ചോദിക്കോ എന്താ പ്രശ്നം? അവിടെ ഒരു ആന മതം പൊട്ടി വന്നിട്ടുണ്ട്. റോഡ് സൈഡിലുള്ള 2 വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ചവിട്ടി ചമ്മന്തിയായിട്ട് വന്നത്. വീട്ടിലേക്ക് വിളിച്ചിട്ട് പെണ്ണുപിള്ളേടുത്ത് പറ പിള്ളേരെ കൂടെ എങ്ങനെയെങ്കിലും മാറിക്കോളാം. ശരിയാണ് ശരിയാണ്. ആ ശരി എങ്കിൽ ഞാൻ വിളിച്ചോറ. ഹലോ എടി പിള്ളേരെന്തേ? അയ്യോ ആനയും മാപ്പനും കളിക്കണ ഈ സമയത്താ? എടി അതിലൊരു ആന ഇടഞ്ഞു ഓടി വന്നിട്ടുണ്ടെന്നേ. ആ പിള്ളേരെ വിളിച്ച് നീ അങ്ങനെങ്കിലും മാറിയുന്നേ. അലമാരയിലിരിക്കുന്ന പൊന്നും വേണോ? അതവിടെ ഇരുന്നോട്ടെ. ആനക്ക് എന്തിനാണ് പൊന്നും വേണോ? നീ ആ പിള്ളേരെ കൊണ്ട് എങ്ങാണെങ്കിലും മാറിയുന്നേ. എടാ ഈ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞാലേ ഉരുള് പൊട്ടിയാലും അണക്കെട്ട് പൊട്ടിയാലും ഇവർക്ക് പൊന്നും പണോട് വലുത്. കോള് വന്നിട്ടല്ലോ. എടി പറഞ്ഞേ അമ്മേനെ എന്ത് ചെയ്യണോന്നാ? എടി അത് നിന്റെ അമ്മയല്ലേ, അവരെ ആന ചവിട്ടിയാലും ചാവൂല. നീ ആ പിള്ളേരെ വിളിച്ചിട്ട് അങ്ങനെ മാറിയുന്നേ. പറഞ്ഞ മനസ്സിലാവൂലേ? പറഞ്ഞാലും മനസ്സിലാവൂല. ജീവി അതൊക്കെ പോട്ടെ, ഇത്രയും നേരമായിട്ട് ആനനെയും കാണാനില്ല, ആരും ഒന്നും പറഞ്ഞും കേട്ടില്ല, ലാവന്മാരെയും കാണാനില്ല. ശരിയല്ല ജിബി ഇത്? എടാ ഇതിലെന്തോ ഒരു ചതി മണക്കണ്ടല്ലോ. നീ വന്ന എന്താണ്? എങ്ങനെയുണ്ട ആനക്കഥ? ആശ ഞാൻ സമ്മതിച്ചിരിക്കണ. അതാണ് എടാ, ഒരു കള്ളനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും ശക്തിയും കൗശലവും വേണം. അതെനിക്കറിഞ്ഞൂടെ. പക്ഷെ ഇത് മൂന്നും നിനക്കില്ല. ഞാനതുണ്ടെങ്കിൽ ആശാന്റെ കൂടെ കൂടോ? പോലീസാ? അറിഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞ ആനയില്ലേ, ആ ആനനെ ജിബിയും കുറച്ചു പേരും കൂടി ചവിട്ടിക്കൊന്ന്. ഇപ്പൊ ഞങ്ങളെ പോലീസ് വരെയാണ് വേണേ രക്ഷപ്പെട്ടു. ആശാനെ പണ്ടോ പോണോ? എടാ പണ്ടോ പോണു. പോലീസുകാരായിക്കിട്ട് പണ്ടോ കൂടുതൽ പുറത്തടിക്കും. ഏറെ കേട്ടോ അവന്മാര് പോയാടാ. അവന്മാര് പോയി. എന്തായാലും ജിബി നിന്റെ കണക്കൂട്ടിലില്ല, 1.5 കണക്കൂട്ടിലായിരുന്നു. നിന്റെ വീട്ടിൽ നിന്ന് ആ സാധനങ്ങൾ കംപ്ലീറ്റ് അടിച്ചു മാറ്റാനുള്ള ഒരു ആനക്കഥയാണ് അവന്മാരുണ്ടാക്കിയത്. എന്തായാലും ഒന്നും പോയില്ലല്ലോ. ഇതാണ് പറയണത്, പറന്ന് വെട്ടണവന എരിഞ്ഞു വീഴ്ത്തണമെന്ന്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും.